കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളെ ഒരേ സമയം പിടിച്ചുകുലുക്കുന്ന രണ്ട് നിർണായക സംഭവ വികാസങ്ങളുടെ നേർക്കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നത്. നിയമവാഴ്ചയെയും സുതാര്യതയെയും വെല്ലുവിളിക്കുന്ന ഈ രണ്ട് കേസുകളും വ്യത്യസ്ത തലങ്ങളിലാണ് നടക്കുന്നതെങ്കിലും വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകളും വ്യക്തമായ ആസൂത്രണങ്ങളും ഇവയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുടെ അതിക്രമങ്ങളും ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലെ EDയുടെ നിർണായക നീക്കങ്ങളും ഒരേ സമയം വലിയ വാർത്താ പ്രാധാന്യമാണ് നേടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വീണ്ടും സജീവമാകുന്ന സ്വർണ്ണക്കടത്ത് കൊള്ള സംഘങ്ങളുടെ വേരുകൾ തേടിയുള്ള അന്വേഷണത്തിൽ വലിയ മുന്നേറ്റമാണ് കേരള പോലീസ് നടത്തിയിരിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് നിന്ന് സംശയം തോന്നിയ സാഹചര്യത്തിൽ 13 പേരെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ സംഘത്തിൻ്റെ വ്യാപ്തി പുറത്തുവരുന്നത്. അറസ്റ്റിലായവരുടെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ഗൾഫിലിരുന്നു കൊണ്ട് സംഘത്തെ നിയന്ത്രിക്കുന്ന അൻസാർ, അലി അക്ബർ എന്നീ വിദേശ ഹാൻഡലർമാരുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. വിമാനത്താവളത്തിന് പുറത്ത് കാത്തുനിന്ന സംഘത്തിലെ 3 പേർ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞുവെങ്കിലും അവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കേസിന് വലിയ തോതിലുള്ള രാഷ്ട്രീയ മാനം കൈവരുന്നത് അറസ്റ്റിലായ 9 പേരും കണ്ണൂർ സ്വദേശികളാണ് എന്നതും അതിലൊരാൾ CPMന്റെ വട്ടപ്പോയിൽ ബ്രാഞ്ച് സെക്രട്ടറിയാണ് എന്നുള്ളതുമാണ്. കരിപ്പൂരിലെ അറസ്റ്റിന് പിന്നാലെ മലപ്പുറത്തൊരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലും ഈ സംഘത്തിന് ബന്ധമുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു. ഒപ്പം കരിപ്പൂരിൽ വിമാനമിറങ്ങിയ മുഹമ്മദ് സൽമാൻ സ്വാലിഹ് എന്ന യുവാവിനെ കാണാതായ ഈ സംഭവത്തിലും ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തിൻ്റെ നിഴലുണ്ട്. സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവയും GSTയും വർദ്ധിച്ചതോടെ വിദേശത്ത് നിന്ന് സ്വർണം കടത്തുന്നതും അത് വിമാനത്താവളത്തിന് പുറത്തു വച്ച് തട്ടിയെടുക്കുന്നതും വലിയ ലാഭമുള്ള ബിസിനസ്സായി മാറിയതാണ് ഇത്തരം മാഫിയകളുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് കാരണം. ഇതിനെല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തത് 10 വർഷമായി കേരളം ഭരിച്ച പിണറായി വിജയൻ്റെ സർക്കാർ തന്നെയാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ഒരു സംഘം തന്നെയാണ്. ഈ കൊള്ള സംഘങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ തന്നെയാണ് രാഷ്ട്രീയ കേരളത്തെ ഉറ്റുനോക്കുന്ന എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വലിയൊരു നീക്കം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിക്ക് ഈ വെള്ളിയാഴ്ച രാവിലെ 10:30 കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാൻ സമൻസ് നൽകിയിരിക്കുകയാണ്. വെറുമൊരു പ്രാഥമിക അന്വേഷണമല്ല ഇത് എന്നും മുൻപ് നടത്തിയ റെയ്ഡുകളിൽ നിന്നും മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനകളിൽ നിന്നും വ്യക്തമായ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ച ശേഷമാണ് ഈ നീക്കമെന്നും ED വ്യക്തമാക്കുന്നു. കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിച്ചുകൊണ്ട് വീണയ്ക്ക് പുറമെ CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകൻ, മകൾ എന്നിവരടക്കം 9 പേർക്കാണ് ED ഒരേ സമയം നോട്ടീസ് അയച്ചിരിക്കുന്നത്. എക്സാലോജിക്കും CMRLും തമ്മിൽ നടത്തിയ 2,78,00,000 രൂപയുടെ നിഗൂഢമായ ഇടപാടുകളാണ് ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം. മാസം തോറും വീണയ്ക്ക് വ്യക്തിപരമായി 3 ലക്ഷം രൂപയും അവരുടെ IT കമ്പനിയായ എക്സാലോജിക്കിന് 5 ലക്ഷം രൂപയും വീതം ഒരു വർഷം കൊണ്ട് മാത്രം 96 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നതായാണ് കണ്ടെത്തൽ. HDFC ബാങ്കിലെ മരവിപ്പിച്ച അക്കൗണ്ടുകൾക്ക് പുറമെ അബുദാബിയിൽ 2019 വരെ വീണയ്ക്കുണ്ടായിരുന്ന വിദേശ അക്കൗണ്ടിലേക്കും ED അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അന്വേഷണ ഏജൻസിക്ക് വലിയൊരു ആയുധമായി മാറിയിരിക്കുന്നത് SFIO കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ച 134 സുപ്രധാന അനുബന്ധ രേഖകൾ കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിലൂടെ EDക്ക് ലഭ്യമായി എന്നുള്ളതാണ്. ഈ രേഖകളുടെ പിൻബലത്തിലാണ് വെള്ളിയാഴ്ച ചോദ്യം ചെയ്യൽ നടക്കാൻ പോകുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ രാഷ്ട്രീയ ബന്ധങ്ങളും വലിയ സാമ്പത്തിക ഇടപാടുകൾ അടങ്ങിയ എക്സാലോജിക് കേസും ഒരേ സമയം വലിയ ചർച്ചകൾക്കാണ് ഇവിടെ വഴി തുറന്നിരിക്കുന്നത്. സമൻസിനെതിരെ വീണ കോടതിയെ സമീപിക്കുമോ അതോ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്നതും കരിപ്പൂരിലെ ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയുമോ എന്നതും വരും ദിവസങ്ങളിൽ കേരളം ഉറ്റുനോക്കുന്ന പ്രധാന കാര്യങ്ങളാണ്.